വെൽക്കം ടു നിഷ് കന്യാകുമാരി, നൂറുൽ ഇസ്ലാം സെന്റർ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. നമ്മളിന്ന് കാണാൻ പോകുന്നത് ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിലെ പ്രോജക്റ്റുകളും കുട്ടികളുടെ വർക്ക്സും ഒക്കെയാണ്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. Gentlemen, I am Subramanian from Department of Automobile Engineer. I am here as the workshop instructor. 2002 condemned vehicle. ഈ ഓട്ടോറിക്ഷ നിഷിലെ കുട്ടികൾ ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ട് മാറ്റുന്ന ഒരു വെഹിക്കിളായിട്ട് കൺവേർട്ട് ചെയ്തു. ഇവിടെയും ഇപ്പോഴും ഈ സാറന്മാരും കുട്ടികളെല്ലാം ഈ വണ്ടി ഓടിച്ചുകൊണ്ട് നടപ്പുണ്ട്. നോക്കി 2019-2023 ബാച്ചിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ അതിൽ എൻഗ്രേവ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കാണുമ്പോൾ വളരെയധികം സന്തോഷമല്ലേ. സ്റ്റാൻലി സാറിൻ്റെ നേതൃത്വത്തിലാണ് ആ പ്രൊജക്റ്റ് അവർ ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. വയസ്സാം കാലത്ത് ഒരു ഫാം ഹൗസ് ഒക്കെ വാങ്ങി ഇതുപോലൊരു വണ്ടി അവിടെ ഇട്ട് ഓടിക്കാം. പിള്ളേരെയൊക്കെ പറഞ്ഞു വിടാം. ഇത് 2003 മോഡൽ പെട്രോൾ സെൻ ആയിരുന്നു. അതിനെയാണ് ഒരു ഇലക്ട്രിക് കാറായിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നത്. മാനേജ്മെന്റ് ആണ് ഈ കാറ് ഫണ്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയ കൊണ്ടുവന്ന മാനേജ്മെന്റിന്റെ ഫുൾ സപ്പോർട്ട് കിട്ടും. 3 കിലോവാട്ട് ബാറ്ററിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് 80 കിലോമീറ്റേഴ്സ് പോകാൻ പറ്റും. ഇതിൻ്റെ ആവറേജ് സ്പീഡ് വന്നിട്ട് അറൗണ്ട് 75 to 80 ആണ്. PUBG ഇൻസ്പയർഡ് ബഗ്ഗിയാണ്. ഇത് സ്റ്റുഡൻറ്റ് ചെയ്ത പ്രോജക്റ്റാണ്. ഡ്രൈവ് ഷാഫ്റ്റും എല്ലാം ഒമിനിയാണ്. ഇത് നമ്മൾ ഒരു ഓൾ ടെറൈൻ വെഹിക്കിൾ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും ഓഫ് റോഡിന് പറ്റിയ ടയേഴ്സൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. ഓഫ് റോഡൊക്കെ ചെയ്യാറുണ്ട് ഞങ്ങൾ. ഇതൊരു പഴയ മോഡൽ എഞ്ചിനാണ്. നീ വണ്ടി എന്നല്ലേ ഉദ്ദേശിച്ചേ? അതെ, ബജാജ് ചേതക്. ഇതൊരു പഴയ മോഡൽ ബജാജ് ചേതക്കിനെ നമ്മൾ ഫുള്ളി ഇലക്ട്രിക് ആയിട്ട് കൺവേർട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ എഞ്ചിനും ഫ്യൂൽ ടാങ്കും ഒക്കെ നമ്മൾ സ്ട്രിപ്പ് ചെയ്തിട്ട് ഒരു 3.7 kW ഇലക്ട്രിക് കബ് മോട്ടറും ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയും യൂസ് ചെയ്താണ് ഈ വണ്ടി നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിളായിട്ട്. ഇതിന് നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു മോട്ടറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടോപ്പ് സ്പീഡ് ഒരു 80 km/h നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ ഒറ്റ ചാർജിൽ 80 km റേഞ്ച് നമുക്ക് കിട്ടും. ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ ഇതാണ് ഡിപ്പാർട്ട്മെന്റ്. ഫങ്ഷണൽ ആയിട്ടുള്ള എത്രയധികം വെഹിക്കിളാണ് നമ്മൾ ഇന്ന് തന്നെ കണ്ടത്. ഓരോ പ്രോജക്റ്റും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന, അത് ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്ന അധ്യാപകരും. 100% പ്ലേസ്മെന്റ് ആണ് നിഷ് കന്യാകുമാരിയിലെ ഓട്ടോമൊബൈൽ ഡിപ്പാർട്ട്മെന്റിലെ കുട്ടികൾക്ക് കിട്ടുന്നത്. അതിലിപ്പോൾ എടുത്തു പറയാനാണെന്നുണ്ടെങ്കിൽ 3rd ഇയറിൽ പഠിക്കുന്ന 3 കുട്ടികൾക്ക് മലേഷ്യൻ യൂണിവേഴ്സിറ്റിയിലാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ അവസരം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്താ അല്ലേ, ഇവിടെ തന്നെ ജോയിൻ ചെയ്യൂ. അഡ്മിഷൻസ് ഓപ്പൺ ആണ്. നിങ്ങളുടെ സീറ്റുകൾ എത്രയും വേഗം ഉറപ്പാക്കും. താങ്ക് യു. ബൈ.